السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദ് അവരുകൾ, അതുപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, റബീഅയുടെ പൊലിമകൾ നിറഞ്ഞ ഈ വേളയിൽ മധ്യമാലിയുടെ ശിക്ഷാവിന്റെ വിഷയത്തിൽ അല്പം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സംഭവമാണ് മദ്യപാനവും ലഹരിയും എന്നുള്ളത്. ദിവസേന വരുന്ന വാർത്തകളിൽ കൂടുതലും മദ്യപാനത്തിൽ പിടിയിലായ യുവ സമൂഹത്തെ കുറിച്ചാണ്. ഇത്തരത്തിൽ കള്ളു കുടിക്കുന്നവരെ പറ്റി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു ചെറുപ്പക്കാരൻ ഒന്നാമത് കള്ളു കുടിക്കുമ്പോൾ അല്ലാഹു എന്താ കൊടുക്കുന്നതെന്നറിയോ? രണ്ടാമത് കള്ളു കുടിക്കുമ്പോൾ അല്ലാഹു എന്താ കൊടുക്കുന്നതെന്നറിയോ? വമൻ ശരിബഹാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒന്നാമത് കള്ളു കുടിക്കുന്നവന്റെ മനസ്സ് അല്ലാഹു ഇരുട്ടാക്കുന്നതാണ്. അവന് നന്മ ചെയ്യാൻ കഴിയില്ല. അവന്റെ ഹൃദയത്തിൽ യാതൊരുവിധ സന്തോഷവും അല്ലാഹു കൊടുക്കുകയില്ല. ഇത് ഹദീസാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല കേട്ടോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ലോകത്തൊരു ഹർഫ് പോലും പറഞ്ഞിട്ടില്ലാത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പറയുന്നത്, ഒന്നാമത് കള്ളു കുടിക്കുന്നവന്റെ മനസ്സ് അല്ലാഹു ഇരുട്ടാക്കുന്നതാണ്. എന്നാൽ രണ്ടാമത് കള്ളു കുടിക്കുന്നവന് അല്ലാഹു എന്താ കൊടുക്കുന്നതെന്നറിയോ? റഹ്മത്തിനെ അല്ലാഹു ഒഴിവാക്കുന്നതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം അവന് കൊടുക്കൂല. അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റോ ചെറുപ്പക്കാരാ? അല്ലാഹു എത്ര സ്നേഹമടാ നിന്നോട് കാണിക്കുന്നത്. നീ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തതാ, നീ എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്തതാ, നീ എന്തൊക്കെ വേണ്ടായനങ്ങൾ ചെയ്തതാ, എന്നിട്ടും പഠിച്ചവന് നിന്നെ വല്ലതും ചെയ്തോ? നിനക്ക് അല്ലാഹു ആരോഗ്യം തന്നില്ലേ? നിനക്ക് പണം അല്ലാഹു തന്നില്ലേ? നിനക്ക് പദവി അല്ലാഹു തന്നില്ലടാ. എന്നിട്ടും നന്ദികേട് കാണിക്കുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, രണ്ടാമത് കള്ളു കുടിച്ചവന് അല്ലാഹു റഹ്മത്തിനെ ഒഴിവാക്കുന്നതാണ്. പക്ഷേ മൂന്നാമത്തതാണ് അത്ഭുതം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലാണ് പ്രതീക്ഷ മുത്തു റസൂലാ. നമുക്ക് എന്ത് നഷ്ടം വന്നാലും നമുക്ക് വേണ്ടി വാദിക്കുന്നവരോട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. പക്ഷേ മൂന്നാമത് കള്ളു കുടിച്ചവനെ നിന്നിൽ നിന്ന് ഒഴിവാക്കിയവെന്താണെന്നറിയോ? ബലിഅമിൻഹു റസൂലുള്ളാഹ്. ഈ തെമ്മാടിയെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും ഇവനെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ റസൂൽ പറയൂലടാ. അല്ലാഹുവിന്റെ റസൂലിനോടല്ലാതെ സ്വർഗ്ഗത്തിന്റെ ഒരു പരിമളം പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂലിനോടല്ലാതെ സ്വർഗ്ഗത്തിന്റെ ഒരു ഗന്ധം പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മുത്തു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിക്കാൻ പഠിക്കടാ ചെറുപ്പക്കാരാ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ ഖബറിൽ അടങ്ങിയതിനു ശേഷം ഇതാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മദ്യപാനി മരിച്ചു ഖബറിലടക്കണേ, പിന്നീട് ഖബർ പൊളിച്ചകവിൽ നോക്കണേ, കാണുന്നതാ മുഖം ഇതിൽ തെറ്റി മറിഞ്ഞതാ, ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ, അതുപോലെ കാണുന്നില്ല എന്നാൽ എന്നെ ഒരു തന്നെ നിങ്ങൾ വന്നു കൊന്നോ പൊന്നേ. ഒരു മദ്യപാനി മരിച്ച് ഖബറിലടക്കിയതിനു ശേഷം പിന്നീട് ആ ഖബറിൽ നിങ്ങൾ തുറന്നു നോക്കുക. തുറന്നു നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അവരുടെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയിരുന്ന ആ മയ്യത്തിന്റെ മുഖമുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് അങ്ങ് വലിച്ചു പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. മാത്രമല്ല പല വികൃതമായ രൂപങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാം.
അക്ഷരവത്തുകളിൽ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഈ നാശം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളു കുടിക്കുന്നവരെ നൽകുകയാണ്. ആ നീചമായ സ്വഭാവത്തിലുള്ളവരെ നാം ഒരിക്കലും പാടില്ല. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, സമയത്തിന്റെ അപാകത മൂലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.